യോവാക്കിമിന്റെ മന്നായുടെ മധുര സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാനായി ജനിച്ച മകൾ പിച്ചവയ്ക്കുന്ന കാലമായപ്പോൾ അന്ന അവൾക്കായി ഒരു കൂടാരം പണിതു. വിശുദ്ധിയുടെ കേദാരമായ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടേണ്ട അവളുടെ പുണ്യപാദങ്ങൾ അശുദ്ധമായതിലൊന്നും സ്പർശിക്കാതിരിക്കുവാൻ ഒരുക്കപ്പെട്ടതായിരുന്നു ആ കൂടാരം. ദൈവത്തിന്റെ സമ്മാനമായ തങ്ങളുടെ കുരുന്നിനെ ദൈവസന്നിധിയിൽ എത്തിക്കും വരെ ഭൂമിയിലെ ഒരു മണൽത്തരി പോലും അവളുടെ പാദങ്ങളിൽ പതിയരുതെന്ന് ആ പുണ്യവതിയായ അമ്മ ആഗ്രഹിച്ചു. പാപപങ്കിലമായ ലോകത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ചിട്ടും പാപത്തിന്റെ കറയേശാതെ തിന്മയുടെ ചെറുനിഴൽ പോലും പതിയാതെ പുണ്യസമ്പൂർണതയിൽ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നതിന്റെ സൂചനയാണ് അന്ന നിർമ്മിച്ച ഈ വിശുദ്ധ കൂടാരം നൽകുന്നത്. ആകാശമേ മഞ്ഞ് വർഷിക്കുക, വാനമേഘങ്ങളെ നീതിമാന്മാരെ അയച്ചു തരിക, ഭൂമി പിളർന്ന് രക്ഷകൻ പ്രത്യക്ഷപ്പെടട്ടെ. ഒരു നിമിഷം യൂദയ മലഞ്ചെരുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അലയാടികൾ മാറ്റൊലിക്കൊള്ളുന്ന ഒരു കൊച്ചു കർഷക കുടുംബം, അന്നയും യോവാക്കിയും. അതെ, അവർക്കന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. തങ്ങൾക്ക് ഓമനത്വമുള്ള ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ മാതാപിതാക്കൾ അവൾക്ക് മധുരിതമായ ഒരു നാമം നൽകി, മറിയം. ആ നാമം അവൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. ദൈവപിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവൾ, പുത്രന്റെ ബഹുമാനാദരവുകൾക്ക് പാത്രീഭൂതയായവൾ, പരിശുദ്ധാത്മാവിന്റെ സംയോജ്യ ആലയമായി തീർന്നവൾ, എല്ലാ അർത്ഥത്തിലും എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടവളും എല്ലാവരെയും സ്നേഹിച്ചവളുമായ ആ കൊച്ചു കന്യക പ്രാർത്ഥനയിലും വിനയത്തിലും അനുദിനം വളർന്നു വന്നു. ദൈവദൂതന്റെ അരുൾപ്പാട് അവളുടെ കർണങ്ങളിൽ മുഴങ്ങി. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഒരു നിമിഷം ആ വാക്കുകൾ കേട്ട് തളർന്നുപോയ അവളുടെ മനസ്സിലൂടെ സമ്മതം മൂളിയാലുണ്ടാകുന്ന എല്ലാ ദുരിത സാഹചര്യങ്ങളും കടന്നുപോയി. പക്ഷേ അവൾ തളർന്നില്ല. വിനയാന്യതയായി അവൾ ഉത്തരമരുളി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവമേ, അങ്ങയുടെ പ്രത്യേക പരിപാലനയാലും ഈ ഭൂമിയിലെ മറ്റു മനുഷ്യരിൽ നിന്നും വിഭിന്നയായി പാപരഹിതയായി ജനിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ അനുവദിച്ച നല്ല ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയപരിശുദ്ധിയോടെ വളർന്നു വരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധി നിറഞ്ഞ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഈ ലോകം മുഴുവനെയും തിരുസഭയെയും ഇടവകയെയും ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ തിന്മകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് അങ്ങേ പുത്രന് അനുരൂപരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നന്ദി.